സാംസങ് ഗാലക്സി S22 Ultra. ഇതിൻ്റെ പെർഫോമൻസ് ഇപ്പോഴും വർത്താണോ? നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. സാംസങ് 2022 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് സാംസങ് S22 Ultra. അതുകൊണ്ട് തന്നെ അന്നത്തെ പീക്ക് ലെവൽ പെർഫോമൻസ് തന്നിരുന്ന മോഡലാണ് ഇത്. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറിലുള്ള 12GB റാമും 256GB മെമ്മറിയുമുള്ള മോഡലാണെന്ന് നമുക്ക് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് S22 Ultra തന്നെയാണ്. അടുത്ത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം വരുന്ന ചാർജിങ് കേബിളും സിം ഇജക്ടർ പിന്നും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അടങ്ങിയൊരു ബോക്സാണ് പിന്നെ കാണുന്നത്. കൂടുതൽ ആയിട്ട് വേറൊന്നും ഇതിനകത്തില്ല. ചാർജറോ മറ്റൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. Type C to Type C കേബിളാണ് ഇതിനോട് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ടൊന്ന് നോക്കാം. 120Hz റിഫ്രഷ് റേറ്റുള്ള 1750 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് തരുന്ന HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷനും ഇതിനകത്ത് സാംസങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്ന ഈ ഫോണിന് 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് സാംസങ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് 15 കൂടുതലായി ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റും ഇതിനകത്ത് ലഭിക്കുന്നതാണ്. സാംസങ്ങിൻ്റെ One UI ഇത് പ്രവർത്തിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കൂടെ Adreno 730 GPUം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UFS 3.1 മെമ്മറി ഓപ്ഷനിൽ വരുന്ന ഇതിന് 8GB റാമും 12GB റാമും എന്നിങ്ങനെയുള്ള റാം ഓപ്ഷനും 128GB മുതൽ 1TB വരെയുള്ള മെമ്മറി ഓപ്ഷൻസുമാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ലിഥിയം അയോൺ ബാറ്ററിക്ക് 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ്, അലൂമിനിയം ഫ്രെയിം, സാംസങ്ങിൻ്റെ S Pen സപ്പോർട്ട്, NFC, ബ്ലൂടൂത്ത് 5.2, അൾട്രാ വൈഡ് ബാൻഡ് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള പ്രീമിയം ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. 9 lakh എബവ് ആണ് ഇതിൻ്റെ AnTuTu സ്കോർ വരുന്നത്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് മെയിൻ ക്യാമറ സെറ്റപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 108 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 3x ഒപ്റ്റിക്കൽ സൂം തരുന്ന 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 10x ഒപ്റ്റിക്കൽ സൂം തരുന്ന 10 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് വരുന്നത്. എല്ലാ ക്യാമറയ്ക്കും PDIFും അൾട്രാ വൈഡ് ലെൻസിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ 24 FPS 8K വീഡിയോസും 60 FPS വരെയുള്ള 4K വീഡിയോസും 240 FPS വരെയുള്ള ഫുൾ HD വീഡിയോസും നമുക്കിതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതിന് HDR10+ൻ്റെയും സ്റ്റീരിയോ റെക്കോർഡിങ്ങിൻ്റെയും ഗൈറോ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെയും സപ്പോർട്ട് കൂടിയുണ്ട്. 40 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് സെൽഫി ക്യാമറയായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് PDIFും HDR സപ്പോർട്ടും ഉണ്ട്. 4K 60 FPS വീഡിയോസും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫാൻറ്റം ബ്ലാക്ക്, വൈറ്റ്, ബർഗണ്ടി, ഗ്രീൻ എന്നിങ്ങനെയുള്ള മെയിൻ കളർ ഓപ്ഷൻസിലാണ് ഇത് വന്നിരുന്നത്. അതോടൊപ്പം ഗ്രാഫൈറ്റ്, റെഡ്, സ്കൈ ബ്ലൂ എന്നിങ്ങനെയുള്ള സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് കളർ ഓപ്ഷൻസിലും സാംസങ്ങിൻ്റെ സ്റ്റോറിൽ നിന്ന് ഇത് ലഭ്യമായിരുന്നു. സ്നാപ്ഡ്രാഗണിൻ്റെ അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും 12GB റാമും ഈ ഫോണിന് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും തരുന്നത്. യാതൊരുവിധ ലാഗൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡും ലേറ്റസ്റ്റ് One UI ഇതിന് നല്ലൊരു ഫ്രഷ് ഫീലും തരുന്നുണ്ട്. ഒട്ടും ലാഗില്ലാണ്ട് സ്മൂത്തായിട്ട് തന്നെ ഉള്ള ആനിമേഷൻസും ആണ് ഇതിന് വരുന്നത്. അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനേഴ്സും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ചെയ്താക്കി തരുന്നുണ്ട്. സാംസങ് അൾട്രാ സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് S Penൻ്റെ സപ്പോർട്ടും. നമുക്ക് ഇതുപോലെ നോട്ട് ചെയ്യാനും ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്യാമറ ബട്ടനുമായിട്ടൊക്കെ നമുക്ക് ഈ S Pen യൂസ് ചെയ്യാവുന്നതാണ്. S Penൻ്റെ കൂടുതൽ സെറ്റിങ്സ് ഫോണിൻ്റെ സെറ്റിങ്സിൽ അഡ്വാൻസ് സെറ്റിങ്സിൽ S Pen ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷനാണ്
സാംസങ് S22 അൾട്രയിൽ വരുന്നത്. ഇതുകൂടാതെ ഒരു ഫിസിക്കൽ സിമ്മും ഒരു ഇ സിമ്മും ഇടാനുള്ള ഓപ്ഷനും സാംസങ് കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സായ ഗാലക്സി AIയുടെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിനകത്തും അവൈലബിൾ ആണ്. കൂടാതെ ഗൂഗിളിൻ്റെ ജെമിനി AI ഫീച്ചേഴ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് വിവിധതരം ക്യാമറ മോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും 3x സൂമുള്ള ടെലിഫോട്ടോ ലെൻസും 10x സൂമുള്ള പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസുമാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് യൂസ് ചെയ്ത് 100x സൂം വരെയുള്ള ഫോട്ടോസും മാക്രോ ഫോട്ടോസും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. പോർട്രേറ്റ് ഫോട്ടോസ് 1x സൂമിലും 3x സൂമിലും എടുക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. സാംസങ്ങിൻ്റെ വലിയ അമോലെഡ് ഡിസ്പ്ലേയിൽ 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ മികച്ച ഇമേഴ്സീവായിട്ടുള്ള വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. ഓഡിയോ പെർഫോമൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗെയിമിംഗ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് ഹൈ ഗ്രാഫിക്സ് ഗെയിമും നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏതൊരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിനേക്കാളും മികച്ച ക്വാളിറ്റിയും പെർഫോമൻസും തന്നെയാണ് സാംസങ് S22 അൾട്രയ്ക്ക് ഉള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റൊക്കെ ചെയ്തിട്ടുള്ള ഈ ഫോണിന് വേറെ ഗ്രീൻ ലൈൻ ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ഫോണിന് എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. സോ S22 അൾട്ര യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ യൂസേജ് റിവ്യൂസ് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പ്രീമിയം ക്വാളിറ്റി ഫോൺസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുക. Thank you.